ഹലോ ഫ്രണ്ട്സ്, ഓപ്പൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, എൻ്റെ ID കാർഡിൻ്റെ കാര്യം ഇതുവരെ റെഡിയായില്ല, എംപ്ലോയർ ചേഞ്ച് അടിച്ചപ്പം നിങ്ങൾ ഇല്ലീഗലായിട്ടാണ് മാൾട്ടയിൽ ഇതുവരെ നിന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ID കാർഡ് തരാൻ പറ്റില്ല. അപ്പോൾ ID കാർഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൊറയാണ്, മിക്കവാറും തിരിച്ച് കയറി പോകേണ്ടി വരും, അഡ്വക്കറ്റിനെ കണ്ടുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുവാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കുറേ പേർക്ക് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. എന്നോട് നേരിട്ടും 2-3 പേര് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം അല്ലേ. പുറത്ത് ചെറിയൊരു മഴക്കോളുണ്ട് കേട്ടോ, കണ്ടില്ലേ? ചെറിയതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടെങ്കിൽ ചീച്ചി എന്നുള്ള മഴ, പെരുമഴയില്ല. നമ്മൾ മാൾട്ടയിൽ വന്നു, നമുക്കൊരു ജോലി കിട്ടി, നമ്മൾ മാൾട്ടയിൽ വന്നു, നമ്മൾ ജോലിക്ക് കയറി, നമുക്ക് സാലറിയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് എല്ലാം റെഡിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരാഗ്രഹം വന്ന് കമ്പനി ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. അപ്പം നമ്മൾ എംപ്ലോയർ ചേഞ്ചിന് വെക്കുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് പറയാറുണ്ട്, നിങ്ങൾ ഇത്ര നാളുകളും ഇവിടെ മാൾട്ടയിൽ ഇല്ലീഗലായിട്ടാണ് നിന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഉള്ള എംപ്ലോയേഴ്സ് ജോബ് വേക്കൻസികൾ കമ്പനിയിൽ വരുമ്പോഴത്തേക്കും അവർ ജോബ്സ് പ്ലസിൽ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ ആവശ്യത്തിന് ആളുകൾ കിട്ടുന്നില്ല, അതുകൊണ്ട് തേർഡ് കൺട്രി നാഷണൽസിലെ ആളുകളെ ജോലിക്ക് എടുക്കണം, അതിന് ഇത്ര വേക്കൻസികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര വേക്കൻസികൾ അവർ ജോബ്സ് പ്ലസിൽ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെതായ പേപ്പർ വർക്കുകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് പെർമിഷൻ കിട്ടുകയും അങ്ങനെ ഈ എംപ്ലോയേഴ്സ് തേർഡ് കൺട്രി നാഷണൽസിനെ ജോലിക്ക് എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു, ഐഡന്റിറ്റി മാൾട്ടയിൽ പോയി, നമ്മുടെ അപ്രൂവൽ ലെറ്റർ വന്നു, ബയോമെട്രിക്സ് കഴിഞ്ഞു, ID കാർഡും കൈ കിട്ടി. പക്ഷെ ID കാർഡ് കൈ കിട്ടി കഴിയുമ്പം ഈ എംപ്ലോയർ ജോബ്സ് പ്ലസിൽ പറഞ്ഞ് അവിടെ വേക്കൻസി ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് ആളെ എടുത്തിട്ടുണ്ട്, ആ വേക്കൻസി ക്ലോസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു എംപ്ലോയിയുടെ, നമ്മുടെ ജോലിക്കാരുടെ ഡീറ്റെയിൽസ് ജോബ്സ് പ്ലസിൽ കൊടുത്തത് രജിസ്റ്റർ ചെയ്യണം. അല്ലാത്ത പക്ഷം ആ ജോലി അവിടെ സ്റ്റിൽ വേക്കൻ്റ് ആയിട്ട് നിൽക്കുകയും നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി തപ്പുന്ന സമയത്ത് സ്റ്റിൽ അവിടെ ജോബ് വേക്കൻസി അങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയും നമ്മളിവിടെ ജോലി ചെയ്തതായിട്ട്, നമ്മുടെ ജോലി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതായിട്ടും കാണുവാണ്. ജോബ്സ് പ്ലസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഫുൾ ടൈമറായിട്ട് നിൽക്കുവാണ്, ടാക്സും കാര്യങ്ങളെല്ലാം ഒക്കെ കൃത്യമാണ്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അപ്പം ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണോ എന്ന് വെച്ചാൽ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, എന്നാൽ നമ്മൾ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നാലും ശരിക്കും ഇത് എംപ്ലോയറുടെ സൈഡിൽ നിന്ന് നമുക്ക് ജോലി തരുന്ന ആളുകൾ ആരാണോ അവരുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ചില കമ്പനികൾ അതങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുമില്ല, അതങ്ങനെ ചെയ്യാറുമില്ല. അങ്ങനെ വരുമ്പോൾ പിന്നീട് നമ്മളൊരു എംപ്ലോയർ ചേഞ്ച് അടിക്കുന്ന സമയത്ത് അത് നമുക്ക് ദോഷമായിട്ട് ഭാവിച്ചേക്കാം. അപ്പം നമ്മളിങ്ങനെ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്, അപ്പം നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ടെർമിനേഷൻ അടിച്ച് തരിക, നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് കയറി പോകണം എന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ വരികയും ചെയ്യും. അപ്പം നമ്മൾ ആ സമയത്ത് കിടന്ന് ഓടേണ്ടി വരും. നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ ID കാർഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജോബ്സ് പ്ലസിൽ നിന്ന് ഒരു ലെറ്റർ വരും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. ജോബ് എൻഗേജ്മെന്റ് ലെറ്ററോ അങ്ങനെ എന്തോ, കൃത്യമായിട്ട് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ ലെറ്റർ വരും. അതുകൂടാതെ നമുക്ക് മെയിലും വരും കേട്ടോ ജോബ്സ് പ്ലസിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ EAD വെച്ച് നമ്മുടെ ID മാൾട്ടയിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി കാണാനും പറ്റും. ശരിക്കും അതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിലാണ് നമുക്ക് വലിയ തട്ടുകേടില്ലാതെ ഇവിടെ മാൾട്ടയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെയിൽ വരാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ ലെറ്റർ വരാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ എംപ്ലോയറോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യണം നമ്മുടെ ജോലി ജോബ്സ് പ്ലസിൽ രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജോബ്സ് പ്ലസിലെ നമ്മുടെ ജോലി രജിസ്റ്റർ ആവാതിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന കുറച്ച് കോൺസിക്വൻസസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.